വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ ഭക്ഷണത്തിന് ചീഞ്ഞ മണം. യാത്രക്കാരന് പഴകിയ ഭക്ഷണം നൽകിയതിന് റെയിൽവേ മാപ്പ് പറഞ്ഞു. ദൃശ്യങ്ങൾ സഹിതം യാത്രക്കാരൻ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിഷയത്തിലിടപെട്ട് റെയിൽവേ അധികൃതർ മാപ്പ് പറഞ്ഞത്. വന്ദേ ഭാരതിലെ പഴകിയ ഭക്ഷണത്തെക്കുറിച്ച് യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് സംഭവം. യാത്രക്കാർക്കായി കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പഴകിയ ഭക്ഷണമാണെന്ന് ബോധ്യപ്പെട്ടത്. ഭക്ഷണം കൊണ്ടുവന്ന ട്രേ സഹിതം എടുത്തുകൊണ്ട് പോകാൻ യാത്രക്കാരൻ ആവശ്യപ്പെടുന്നതും ദൃശ്യത്തിലുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും ഇന്ത്യൻ റെയിൽവേയും മറ്റു ഉദ്യോഗസ്ഥരെയും ടാഗ് ചെയ്താണ് ഈ മോശം ഭക്ഷണത്തിൻ്റെ ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത്. എക്സിൽ ആകാശ് കേസരി എന്നയാളാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ട്രെയിനിനുള്ളിൽ വിളമ്പിയ ഭക്ഷണം പഴകിയതാണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. യാത്രക്കാർ തീവണ്ടി ജീവനക്കാരോട് ഭക്ഷണ ട്രേകൾ എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്നതും മറ്റൊന്ന് ടിൻഫോയിലിൽ വിളമ്പുന്ന ഭക്ഷണത്തിൻ്റെ ദൃശ്യങ്ങളും അതിൽ കാണിച്ചു. എനിക്ക് ലഭിച്ച ഭക്ഷണം ദുർഗന്ധം നിറഞ്ഞതും മോശവും നിലവാരമില്ലാത്തതുമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണത്തിനായി ഈടാക്കിയ തുക തിരികെ നൽകണം. ഇത്തരം ഭക്ഷണ വിതരണക്കാർ വന്ദേ ഭാരതിൻ്റെ പേര് മോശമാക്കും, യാത്രക്കാരൻ കുറിച്ചു. ഇതിന് താഴെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. മറ്റു ട്രെയിനുകളിലും മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്നും കോച്ചുകളിൽ വൃത്തിയില്ലെന്നും ഒരുപാട് യാത്രക്കാർ പ്രതികരിച്ചു. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന യാത്രക്കാരാണ് കൂടുതലും ദുരനുഭവം പങ്കുവച്ചത്. വിളമ്പിയ ഭക്ഷണം ദുർഗന്ധം വമിക്കുന്നതും വൃത്തികെട്ടതാണെന്നും ദയവ് ചെയ്ത് മുഴുവൻ പണവും തിരികെ തരണമെന്നും കാറ്ററിംഗുകാർ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പേര് നശിപ്പിക്കുകയാണെന്നും യാത്രക്കാരൻ കുറിച്ചത് റെയിൽവേക്ക് നാണക്കേടായി. കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ചിറക്കിയ ട്രെയിനാണ് വന്ദേ ഭാരത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും PNR നമ്പറും മൊബൈൽ നമ്പറും ഉൾപ്പെടെ കൈമാറണമെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു. മാത്രമല്ല IRCTC മാപ്പും പറഞ്ഞു. താങ്കൾക്കുണ്ടായ മോശം അനുഭവത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നാണ് റെയിൽവേ പറഞ്ഞത്. വിഷയത്തെ ഗൗരവമായാണ് അവർ കാണുന്നത്. ഈ സേവനം നൽകിയ ആളിൽ നിന്ന് പിഴ ഈടാക്കും, കർശന നടപടി സ്വീകരിക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിരീക്ഷണങ്ങൾ ശക്തമാക്കുമെന്നും IRCTC അറിയിച്ചു. ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. രാജധാനിയിലും ഇതുതന്നെയാണ് അവസ്ഥയെന്ന് ചിലർ കമൻറ്റിൽ പറഞ്ഞു. ട്രെയിനുകളിൽ ശുചീകരണ പ്രവർത്തനം നടക്കുന്നില്ലെന്നും യാത്രക്കാരിൽ ചിലർ കമൻറ്റ് ചെയ്തു. ഏതായാലും സംഭവം കേന്ദ്ര സർക്കാരിന് നാണക്കേടായി.